Hi all of you. In this class, we discussing a lesson from 5th standard English. The name of the lesson is The Mirror. In your textbook page number 7, you can see a cartoon there. Can you imagine what that cartoon is about? ആ കാർട്ടൂൺ കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? Yes, this cartoon shows the reaction of the viewers when the first ever motion picture was shown in Paris. It was a 50-second long film directed by Lumiere brothers. January 25th, 1896. Ade, Lumiere brothers. Have you ever heard this name? Lumiere brothers? നമ്മൾ ഇന്ന് കാണുന്ന സിനിമ എന്ന് പറയുന്ന ദൃശ്യ മാധ്യമത്തിന്റെ ആദ്യകാല രൂപം അതിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ലൂമിയർ ബ്രദേഴ്സിനെയാണ്. അവരാണ് സിനിമ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇവരുടെ സിനിമയുടെ ആദ്യകാല രൂപം ഒരു മോഷൻ പിക്ചേഴ്സ്, നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഗാനങ്ങളോ സ്റ്റണ്ട് രംഗങ്ങളോ ഒന്നുമില്ല, ചെറിയ ചില എന്തൊക്കെയോ ഇങ്ങനെ ചലിക്കുന്ന കുറെ രൂപങ്ങൾ, അതായിരുന്നു അന്നത്തെ സിനിമ. ഈ സിനിമ ആദ്യമായിട്ട് പാരീസിലെ ഒരു തിയേറ്റർ പ്രദർശിപ്പിച്ചു, എക്സിബിറ്റ് ചെയ്തു. അപ്പോൾ അത് കണ്ട ജനങ്ങളുടെ റിയാക്ഷൻ ആണ് ആ ചിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. Down the cartoon, you can see 3 questions there. First one is, what do you see in the picture? ആ ചിത്രങ്ങളിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? In the picture, we can see a train is coming. Some passengers are there in the platform. Second one, what are the viewers doing? ആ ചിത്രം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചക്കാർ എന്ത് ചെയ്യുക? The viewers became very panicked. They rushed to somewhere. അല്ലേ? ആ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചക്കാര് ഭയങ്കര ഭയപ്പെട്ടു, അവരെങ്ങോട്ടോ ചിതറി ഓടുകയാണ്. Third question, what did they expect to happen? അവർ എന്ത് സംഭവിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്? The viewer expected the train will hit them. ആ സ്ക്രീനിലൂടെ കടന്നു വരുന്ന ട്രെയിൻ അവരെ ഇടിക്കാനായിട്ട് മുന്നോട്ട് വരും എന്നാണ് അവര് ചിന്തിച്ചത്. അപ്പോൾ നാച്ചുറൽ ആയിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സംശയമുണ്ട്. ഒരു സ്ക്രീനിലൂടെ ഒരു ട്രെയിൻ കാണിക്കുമ്പോൾ ഇത്ര പാനിക് ആവേണ്ട കാര്യം എന്താണ്? ഇറങ്ങി ഓടേണ്ട ആവശ്യം എന്താണ്? ഒരു കാരണമുണ്ട്. എന്താണ്? The people of that time were totally unaware of the technology. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാർക്ക് അന്നുണ്ടായിരുന്ന ആ ടെക്നോളജിയെ കുറിച്ച് അത്ര അങ്ങ് വശമില്ലായിരുന്നു. അതായത് ഒരു സ്ക്രീനിൽ കൂടി ഒരു ട്രെയിൻ കടന്നു വരിക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. The cartoon of the textbook convey a major idea. ഒരു പ്രധാന ആശയം ഈ കാർട്ടൂൺ നമുക്ക് തരുന്നുണ്ട്. എന്താണ്? അതെ, ഈ മോഡേൺ ടെക്നോളജി ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലും ജനങ്ങൾ ജീവിച്ചിരുന്നു. പാഠത്തിന്റെ ആശയത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണാം, ഒരു ചെറിയ നോട്ട്സ് അവിടെ പറയുന്നുണ്ട്. എന്താണ് അതിൽ പറയുന്നത്? We have mobile phones, laptops, smart boards and many other modern gadgets today that make our life easy and comfortable. നമ്മുടെ കയ്യിൽ ഇന്ന് സാധ്യമായ ഏറ്റവും മോഡേൺ ടെക്നോളജീസ് ഉണ്ട്, അല്ലേ? സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, സ്മാർട്ട് വാച്ചസ്, അങ്ങനെ വേണ്ട സാധ്യമായ എല്ലാ മോഡേൺ ടെക്നോളജിയും നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയോജനമാണ്? That make our life easy and comfortable. നമ്മുടെ ജീവിതത്തെ ഏറ്റവും ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്, അല്ലേ? കുറച്ച് കംഫർട്ടബിൾ ആക്കി തരും ജീവിതത്തെ. മൊബൈൽ ഫോണൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഈ കാലഘട്ടത്തിൽ, അല്ലേ? നമ്മൾ മൊബൈലിലൂടെയാണ് കറണ്ട് ബില്ല് അടയ്ക്കുന്നത്, ഫുഡ് ഓർഡർ ചെയ്യുന്നത് അതിന് വഴിയാണ്, ഇന്നിവിടെ ബാങ്കിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് മൊബൈൽ ഫോൺ വഴിയാണ്, അല്ലേ? ഈവൻ മൊബൈൽ ചാർജ് ചെയ്യുന്നത് പോലും മൊബൈൽ ഫോണിലൂടെയാണ്. അപ്പൊ ഇതുപോലുള്ള മോഡേൺ ടെക്നോളജി ഇല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല. ബട്ട് there was a time when people didn't have any of this. എന്നാൽ ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് ഒന്ന് സങ്കല്പിച്ചു നോക്കും. മൊബൈൽ ഫോണുകളും മറ്റ് മോഡേൺ ടെക്നോളജിയും ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ ആൾക്കാർ എങ്ങനെയാണ് ജീവിച്ചത്? The African folktale that you are about to read describes a humorous incident that happened at a time when people hadn't even heard of many of the things that we use now. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ദ മിറർ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ നാടോടി കഥയാണ്. വളരെ രസകരമായ ഒരു കഥയാണ്. അതായത്
ഈ മോഡേൺ ഗാഡ്ജറ്റ്സ് ഒന്നും ഉപയോഗിക്കാൻ അറിയാത്ത ഒരു ജനവിഭാഗം അവരെങ്ങനെയായിരിക്കും ജീവിച്ചത് അതിനെക്കുറിച്ചുള്ള വളരെ രസകരമായ ഒരു കഥയാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ദി ഐലൻഡ്. വാട്ട്സ് ആൻ ഐലൻഡ്? An island is a place that's surrounded by water. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കരപ്രദേശം. അതിനെയാണ് നമ്മൾ ഐലൻഡ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ലക്ഷദ്വീപിനെ കുറിച്ചും ഗ്രീൻലാൻഡിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ? ഇതൊക്കെ ഐലൻഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഐലൻഡിലാണ് നമ്മുടെ ഈ കഥ നടക്കുന്നത്. Long, long ago, a fisherman and his wife lived on an island. It was a lonely island. The people of the island led a quiet and simple life. They had no electricity, no newspaper, no phone, no television. അപ്പോൾ കഥ ഇങ്ങനെയാണ്. ലോങ് ലോങ് എഗോ, വളരെ പണ്ട് ഒരു ഐലൻഡിൽ ഒരു ഫിഷർമാനും അദ്ദേഹത്തിന്റെ വൈഫും താമസിക്കുന്നു. ഇറ്റ് വാസ് എ ലോൺലി ഐലൻഡ്. വളരെ ഏകാന്തമായ മറ്റു ആൾക്കാരൊന്നും അധികം ഇല്ലാത്ത ഒരു ദ്വീപായിരുന്നു. They led a quiet and simple life there. അവിടെ അവർ വളരെ ശാന്തസുന്ദരമായ വളരെ ലളിതമായ ഒരു ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. They had no electricity, no phone, no newspaper, no television. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഈ ന്യൂസ് പേപ്പർ, ടെലിവിഷൻ, മൊബൈൽ എന്ന് പറയുന്ന മോഡേൺ ഗാഡ്ജറ്റ്സുകൾ ഒന്നും തന്നെ ഉപയോഗിക്കാത്ത ഒരു ജനവിഭാഗമായിരുന്നു. The people had no hairbrush, no mirrors either. എന്തിനേറെ പറയുന്നു, നമ്മൾ മുടിയിരിക്കുന്ന ചീപ്പ് പോലും, ഈവൻ മുഖം നോക്കുന്ന കണ്ണാടി പോലും അവർ ഉപയോഗിച്ചിരുന്നില്ല. അവർ അത് കണ്ടിട്ടുണ്ടോ എന്ന് പോലും സംശയം. അങ്ങനെയുള്ള ഒരു ജനവിഭാഗമായിരുന്നു അവിടെ ആ ഐലൻഡിൽ ജീവിച്ചിരുന്നത്. The only way the islanders came to know about the world outside was through the ships that passed the island. അവർക്ക് ദ്വീപ് നിവാസികൾക്ക് പുറം ലോകത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു അറിവ്, ഈ ദ്വീപിന് പുറത്തും ആൾക്കാർ വസിക്കുന്നുണ്ട് എന്നുള്ള അറിവ് ലഭിക്കുന്നത് എപ്പോഴാണ്? അതിലൂടെ കടന്നു പോകുന്ന കച്ചവടത്തിനും മറ്റും കടന്നു പോകുന്ന കപ്പലുകൾ പോകുമ്പോഴാണ് അവർക്ക് അങ്ങനെ ഒരു ബോധം വരെ ഉണ്ടാകുന്നത്. The sailors in the ship threw all worn toothbrushes, broken buckets, torn shoes, etc. into the sea. When these things came ashore, the people of the island collected them. അതായത് പറഞ്ഞല്ലോ, അവർക്ക് ഏക അറിവ് ആ പുറം ലോകത്ത് ആള് താമസമുണ്ടെന്നുള്ള ഏക അറിവ് അതിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ വഴിയാണ്. ആ കപ്പലിലെ യാത്രക്കാർ വലിച്ചെറിയുന്ന പഴയ ടൂത്ത് ബ്രഷ്, പൊട്ടിയ ബക്കറ്റുകൾ, പഴയ ഷൂസുകൾ, ഇതെല്ലാം അവര് ദ്വീപ് നിവാസികൾ തീരെ തടിയുമ്പോൾ വന്ന് ശേഖരിച്ചു വെക്കുമായിരുന്നു. One day, the fisherman was walking along the seashore. After the death of his father, it was for the first time he was going out. Oh, my father, how long he was, he thought. Now can I see him again? ഈ ഫിഷർമാൻ ഒരു ദിവസം കടൽ തീരത്ത് കൂടി ഇങ്ങനെ വെറുതെ നടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം പുറത്തോട്ട് തന്നെ ഇറങ്ങുന്നത്. ആ സമയത്ത് അദ്ദേഹം തന്റെ മരിച്ചുപോയ പിതാവിനെ കുറിച്ച് ചിന്തിച്ചു. അദ്ദേഹം പറയണം, ഓ മൈ ഫാദർ, ഹൗ ലോങ് ഹി വാസ്. എന്റെ അച്ഛൻ എത്ര സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. നൗ ക്യാൻ ഐ സീ ഹിം അഗൈൻ. അദ്ദേഹത്തെ എനിക്കിനി കാണാൻ കഴിയില്ല. അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു. Suddenly, a flash of light fell on his eyes. Something shining was lying on the sand. He picked up and looked at it. He had never seen such a thing before. He saw a face in it. He was scared. He threw it away. But after a while, he walked towards it again. He picked up and saw the face in it again. അങ്ങനെ തന്റെ പിതാവിനെ ഓർത്ത് വിഷമിച്ച് കടൽത്തീരത്തോടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഫിഷർമാന്റെ കണ്ണിലേക്ക് എന്തോ ഒരു വെളിച്ചം വന്ന് അടിച്ചു. സംതിങ് വാസ് ലൈങ് ഓൺ ദ സാൻഡ്. ആ മണലിൽ എന്തോ എന്ന് വെട്ടിത്തിളങ്ങി. He picked up and looked at it. അദ്ദേഹം അതെടുത്തു നോക്കി. He saw a face in it. അല്ലേ? അദ്ദേഹം അതിൽ ഒരു മുഖം കണ്ടു. He was scared. പെട്ടെന്ന് തന്നെ അദ്ദേഹം പേടിച്ചു പോയി. He threw it away. അദ്ദേഹം അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. But after a while, he walked towards it again. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞ്
അദ്ദേഹം വീണ്ടും ആ വലിച്ചെറിഞ്ഞ വസ്തുവിന്റെ അടുത്തേക്ക് എടുത്തു and saw the face in it again. വീണ്ടും അതിൽ ആ ഒബ്ജക്റ്റിൽ അദ്ദേഹത്തിന്റെ മുഖം കണ്ടു. He had never seen his own face before. He thought it was his father's picture. He was very happy. He thanked God for sending his father's picture. He smiled at the picture. What a surprise! He smiled back. അങ്ങനെ ആ മണലിൽ നിന്നും കിട്ടിയ ഒബ്ജക്റ്റിൽ തന്റെ മുഖം അദ്ദേഹം കണ്ടു. He had never seen his face before. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ മുഖം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. He thought that it was his father's face. പക്ഷെ അദ്ദേഹം ചിന്തിച്ചത് അത് തന്റെ മരിച്ചുപോയ അച്ഛന്റെ മുഖം ആണെന്നാണ്. He was very happy. He thanked God for sending his father's picture. തന്റെ അച്ഛന്റെ ചിത്രം എനിക്ക് അയച്ചു തന്ന ദൈവത്തിനോട് അദ്ദേഹം നന്ദി പറഞ്ഞു. He smiled. അദ്ദേഹം അതിൽ നോക്കി ചിരിച്ചു. What a surprise! എന്തൊരു അത്ഭുതം! He smiled back. താൻ ചിരിച്ചപ്പോൾ തിരിച്ചും അതേപോലെ അത് ചിരിച്ചു. He turned the mirror to see if his father was behind it, but he could not see anyone. ഈ ഫിഷർമാൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ മിറർ ഒന്ന് തിരിച്ചു. ഇനി തന്റെ അച്ഛനെങ്ങാണ് ഇതിന്റെ പിറകിലാണ് വന്ന് നിൽപ്പുണ്ടോ? പക്ഷെ he could not see anyone. അദ്ദേഹത്തിന് ആരെയും അതിന്റെ പിറകിൽ കാണാൻ കഴിഞ്ഞില്ല. Once more he turned it to his face. Ah, my loving father. He spoke to his father. ഒരിക്കൽ കൂടി അദ്ദേഹം ആ കണ്ണാടി തന്റെ മുഖത്തേക്ക് തിരിച്ചു. Ah, my loving father. എന്റെ പ്രിയപ്പെട്ട അച്ഛൻ ഇതാ എന്റെ മുന്നിൽ നിൽക്കുന്നു. He spoke to his father. അദ്ദേഹം തന്റെ അച്ഛനോട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. His father's lips moved, but heard nothing. അദ്ദേഹം സംസാരിക്കുമ്പോൾ തന്റെ അച്ഛന്റെ ചുണ്ടുകൾ ചലിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ശബ്ദം ഒന്നും തന്നെ അവിടുന്ന് മറുഭാഗത്ത് നിന്നും കേൾക്കുന്നില്ല. He became sad. He cried. His father too seemed to cry. He held the mirror close to his heart and went home. അങ്ങനെ തന്റെ അച്ഛനിൽ നിന്നും തിരിച്ച് മറുപടിയൊന്നും ലഭിക്കാത്തതിൽ അദ്ദേഹം വളരെയധികം വിഷമിച്ചു. അദ്ദേഹം വളരെ സങ്കടപ്പെട്ടു. അദ്ദേഹം കരഞ്ഞു. അദ്ദേഹം കരഞ്ഞപ്പോൾ മറുഭാഗത്ത് തന്റെ അച്ഛനും കരയുന്നതായി കാണപ്പെട്ടു. അദ്ദേഹം തന്റെ കയ്യിലുള്ള ആ മിറർ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വീട്ടിലേക്ക് പോയി. The fisherman reached home and called his wife in excitement. See, who's there in it? He showed her the mirror. അങ്ങനെ ഫിഷർമാൻ തന്റെ വീട്ടിലെത്തി വളരെ ആവേശത്തോടെ തന്റെ വൈഫിനെ അടുത്തേക്ക് വിളിച്ചു. നോക്കൂ, ഇതിൽ ആരാണ് ഉള്ളതെന്ന് നോക്കൂ. അദ്ദേഹം തന്റെ കയ്യിലുള്ള മിറർ തന്റെ വൈഫിനെ കാണിച്ചു. She looked eagerly into it. She saw the face of a woman in it. ഫിഷർമാന്റെ വൈഫ് വളരെ ആവേശത്തോടെ ആ മിററിലേക്ക് നോക്കി. അപ്പോൾ എന്താണ് കണ്ടത്? ആ മിററിൽ ഒരു സ്ത്രീയുടെ രൂപം. Oh, my mother! She looked so young. She was thrilled. Why did you get this thing from? ഫിഷർമാന്റെ വൈഫ് പറയുകയാണ്, ഇത് എന്റെ അമ്മയാണല്ലോ. കാഴ്ചക്ക് നല്ല ചെറുപ്പമായിരിക്കുന്നവര്. അവര് ഭയങ്കര ആവേശഭരിതരാണ്. എവിടെ നിന്ന് കിട്ടി ഈ സാധനം നിങ്ങൾക്ക്? When he heard his wife's response, the fisherman became very angry. The fisherman turned the mirror towards his face. It's my father. She grabbed the mirror from him and looked into it again. Are you joking? It's my mother. She cried out. ഫിഷർമാൻ തന്റെ കൈവശമുള്ള മിറർ തന്റെ വൈഫിനെ കാണിച്ചപ്പോൾ അവര് പറഞ്ഞത് അത് തന്റെ അമ്മയാണെന്നാണ്. വളരെ ദേഷ്യത്തോടു കൂടി അദ്ദേഹം ആ മിറർ തന്റെ മുഖത്തോട് തിരിച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് എന്റെ അച്ഛനാണ്. ഇത് കേട്ട് ദേഷ്യം സഹിക്കാൻ വയ്യാതെ അവര് പെട്ടെന്ന് ഫിഷർമാന്റെ കയ്യിൽ നിന്നും ആ മിറർ തട്ടിയെടുത്തു. എന്നിട്ട് അതിലേക്ക് നോക്കി. എന്നിട്ട് പറയുകയാണ് ഫിഷർമാനോട്, Are you joking? It's my mother. She cried out. നിങ്ങൾ എന്താ തമാശ പറയുകയാണ്? ഇത് എന്റെ അമ്മയാണ്. അവര് വിളിച്ചു കൂവി. The man was annoyed and snatched the mirror from her hands. He looked into it again to assure himself that it was his father. അങ്ങനെ അദ്ദേഹത്തിന് വളരെ ദേഷ്യം വന്നു. അങ്ങനെ ദേഷ്യം വന്ന് അദ്ദേഹം തന്റെ ഭാര്യയുടെ കയ്യിൽ നിന്നും ആ മിറർ തട്ടിപ്പറിച്ചു.
എന്നിട്ട് വീണ്ടും വീണ്ടും അതിലേക്ക് നോക്കി. അത് തന്റെ അച്ഛനാണെന്ന് സ്വയം ബോധ്യപ്പെടുത്താനായിട്ട് പലതവണ ആ മിററിലേക്ക് അദ്ദേഹം നോക്കി. There is something wrong with you. You are going crazy. നിങ്ങൾക്ക് എന്തോ കുഴപ്പം പിടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എന്താ ഭ്രാന്തായി? ഇതുകൂടെ കേട്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, I will never show you this again. ഞാൻ ഒരിക്കലും നിന്നെ ഇനി ഇത് കാണിക്കത്തില്ല. But his wife tried to grab the mirror from him. അദ്ദേഹത്തിന്റെ ഭാര്യ അത് അദ്ദേഹത്തിൽ നിന്ന് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു. But the fisherman held on to it. പക്ഷെ അദ്ദേഹം അതിൽ മുറുകെ പിടിച്ചു. Then what happened next? They started battling for the mirror. അവർ രണ്ടുപേരും ആ മിററിന് വേണ്ടി ഒരു വലിയ യുദ്ധം തന്നെ ആരംഭിച്ചു. Finally, the mirror fell down on the floor and broke into pieces. അങ്ങനെ ആ വലിയ തർക്കത്തിന്റെ ഒടുവിൽ രണ്ടുപേരുടെ കയ്യിൽ നിന്നും ആ മിറർ താഴെ വീണ് പൊട്ടിച്ചിതറി. They stopped fighting and looked at the pieces. അവര് തർക്കങ്ങളൊക്കെ നിർത്തി, പോരൊക്കെ നിർത്തി ആ തറയിൽ വീണ കഷ്ണങ്ങളിൽ നോക്കുന്നു. The pieces reflected their images. ആ തറയിൽ വീണ കഷ്ണങ്ങളിൽ അവർ രണ്ടുപേരുടെയും പ്രതിഫലനങ്ങൾ ആ പീസസിൽ കണ്ടു.